നമസ്കാരം, എല്ലാവർക്കും ഷെർലീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കരിമീൻ ഫിഷ് മോളിയാണ്. ഫിഷ് റെസിപ്പികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണിത്. നിങ്ങളൊക്കെ നല്ലൊരു ഫിഷ് മോളി കിട്ടി അതിൻ്റെ കൂടെ എന്ത് കഴിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എനിക്കിഷ്ടം എപ്പോഴും പാലപ്പം അല്ലെങ്കിൽ ഇടിയപ്പം ഒക്കെയാണ്. പക്ഷേ ഓരോ ആൾക്കാർക്ക് അവരവരുടെ ഇഷ്ടങ്ങളൊന്ന് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ ഫിഷ് മോളി പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും പരിഗണിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതിനുശേഷം ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നല്ല വലിപ്പമുള്ള 2 കരിമീനാണ് ഇന്നിവിടെ ഫിഷ് മോളി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഫിഷ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നീട് അല്പം കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി പൗഡറും ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷാണിത്. ഒരുപാട് മുളക് പൊടി ചേർത്തിട്ട് ഫിഷ് മാരിനേറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കറിയുടെ കളർ വല്ലാണ്ട് അങ്ങ് മാറിപ്പോകും. ഇനി ചില്ലി പൗഡർ നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് മാരിനേറ്റ് ചെയ്താൽ മതി. ഇനി മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഇത് വലിയ വെളുത്തുള്ളിയാണ്. ഒരു 6-7 കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചു. ഒരു 1.5 ഇഞ്ച് വലിപ്പമുള്ളൊരു ഇഞ്ചി എടുത്തിട്ട് നല്ലതുപോലെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ധാരാളം മതിയാവും. ഇത്തിരി എരിയുള്ള പച്ചമുളകാണിത്. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിൻ്റെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. മീഡിയം സൈസിലുള്ള 2 സവാള നല്ലതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നീട് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അതിന് കണക്കൊന്നുമില്ല, ആവശ്യം പോലെ നമുക്ക് ചേർക്കാം. അലങ്കാരത്തിനൊക്കെ ആയിട്ടൊരു നല്ല വലിയ തക്കാളി 3ആയിട്ടൊരു ഷേപ്പിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പുളിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് 2 പീസ് കുടംപുളിയാണ്. ഇനി നമുക്ക് കരിമീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത്. വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. അപ്പം എണ്ണ ഏത് യൂസ് ചെയ്താലും നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ ഫിഷ് അതിലേക്ക് ഇടാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ഫിഷ് ഇടുവാണെങ്കിൽ ഈ കരിമീൻ്റെ പുറത്തുള്ള ആ സ്കിന്നൊക്കെ അങ്ങ് ഇളകിപ്പോകും. അപ്പോൾ ആ കറിയിലേക്ക് നമ്മളങ്ങനെ സ്കിന്നില്ലാത്തൊരു ഫിഷൊക്കെ ഇടുമ്പം ഫിഷ് മോളിയുടെ കറിക്ക് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ഫിഷ് പരിക്കുകളൊന്നും ഇല്ലാതെ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. സ്കിന്നൊന്നും പോയിട്ടില്ല. രണ്ടാമത്തതാണ് ഞാനിപ്പോൾ മറിച്ചിടുന്നത്. ഒന്ന് പേടിച്ചു, ഇപ്പോൾ സ്കിന്നൊക്കെ ഇളകിയിട്ടുണ്ടാവുന്നു. പക്ഷേ ഒന്നും പറ്റിയില്ല. നല്ലതുപോലെ എണ്ണ ചൂടാക്കിയിട്ട് തന്നെയാണ് ഇട്ടത്. ഇപ്പോൾ ഏകദേശം ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഫിഷ് മോളി തയ്യാറാക്കാനാണ് പോകുന്നത്. അപ്പോൾ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ വേറെ എണ്ണയല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫിഷ് മോളി ഫ്രൈ ചെയ്ത് അതേ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് എത്രയാണ് എണ്ണ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഏകദേശം 1.5-2 ടേബിൾ സ്പൂൺ മതിയാവും. ഇതിലാണ് നമ്മളിനി ബാക്കി സാധനങ്ങളൊന്ന് വഴറ്റിയെടുക്കാൻ പോകുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒരുപാട് ബ്രൗൺ കളർ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യുന്നും വേണ്ട. ചെറുതായിട്ട് അതൊന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. ഇപ്പോൾ വെളുത്തുള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാം. സാധാരണഗതിയിൽ നമ്മൾ ആദ്യമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഫിഷ് മോളി വെക്കുമ്പോൾ വെളുത്തുള്ളി ഒന്ന് വഴന്നതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കുറച്ചും കൂടെ ഫ്ലേവർ പോകാതെ നമ്മുടെ കറിക്ക് കുറച്ചും കൂടെ ആ ഒരു മണവും ഗുണവും ഒക്കെ കിട്ടും. അപ്പോൾ ഞാനൊരു 5 ഏലക്ക ഇട്ടു, ഒരു 5 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു 2 ഇഞ്ച് വലിപ്പമുള്ള ഒരു 3-4 കഷ്ണം പട്ടയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് നേരം ഒന്നും വഴറ്റേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ നല്ല ചൂടായ എണ്ണയാണ്. ആ ഫ്ലേവേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ എണ്ണയിലും വെളുത്തുള്ളിയിലേക്കും ഒക്കെ പിടിക്കും. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ടൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഒരുപാട് സമയം നമ്മൾ മറ്റുള്ള കറികൾക്കൊക്കെ ചെയ്യുന്നത് പോലെ ബ്രൗൺ കളറൊന്നും ആയി വരണ്ട. എന്നാലും അതിൻ്റെ ആ പച്ച ക്രിസ്പിനെസ്സൊക്കെ ഒന്ന് പോയി അതൊന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. കുറച്ച് സമയം കൊണ്ട് തന്നെ അതാവും. അപ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടി നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് നമ്മുടെ കറിക്ക് ആവശ്യമായതുള്ളത് ഇപ്പം ചേർത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാളയൊന്ന് നല്ലതുപോലെ വഴന്ന് വരും. ഇപ്പോൾ ഏകദേശം സവാള നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിയാണ്. മല്ലിപ്പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണം തീർച്ചയായിട്ടും നമുക്ക് മാറ്റണം. അപ്പോൾ അത് നല്ലതുപോലെ എണ്ണയിലും ഈ ഉള്ളിയിലും ഒക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു മിനിറ്റിൽ താഴെ മതിയാവും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരിക്കലും കൂടാൻ പാടില്ല. കൂടിയാൽ നമ്മുടെ
കറിയുടെ കളർ വല്ലാണ്ട് മാറിപ്പോവും. അപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന 2 പീസ് കുടംപുളിയാണ്. അത് ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ ആ വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു പുളിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കുടംപുളി ഇട്ട് കൊടുക്കുന്നത്. അപ്പം കറിയൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ കുടംപുളി എടുത്തങ്ങ് മാറ്റാം, അല്ലെങ്കിൽ ഒരുപാട് പുളി ഇറങ്ങും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും കുടംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ തക്കാളി മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയിൽ നിന്നൊരു 2 പീസ് മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഈ തക്കാളി ഒരുപാട് വഴന്നൊന്നും വരണ്ട, നമ്മുടെ കറി കുക്കാവുമ്പോൾ ഈ തക്കാളിയും കൂടെ അതിൻ്റെ അകത്ത് കുക്കായി അങ്ങ് ചേർന്നോളും. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ്. ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഇന്നിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഏകദേശം 1.25 കപ്പ് ഒന്നാം പാലാണ് ഇപ്പം ഫസ്റ്റ് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കരിമീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. ഫിഷ് ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതുകൊണ്ട് ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും ഇതിനാവശ്യമില്ല. നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ തേങ്ങാപ്പാലിൽ ഈ ഫിഷ് ഒന്ന് വീണ്ടും ഒന്ന് കുക്കായി വന്നോളൂ. അപ്പോൾ ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചിടാറ് പതിവില്ല. കാരണം എപ്പോഴും നമ്മൾ ഈ ഫിഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ തിരിച്ചു മറിക്കുമ്പോൾ ഈ മീൻ അങ്ങ് പൊട്ടിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഇങ്ങനെ ഒന്ന് തുറന്നെടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കും. നിങ്ങൾ നല്ല എക്സ്പേർട്സ് ആണെങ്കിൽ പൊടിഞ്ഞു പോകാതെ മീൻ ഇങ്ങനെ തിരിച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇനി വീണ്ടും ഒരു 1-2 മിനിറ്റും കൂടെ നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു ഏകദേശം 3/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചാണ്. നിങ്ങൾക്ക് കുറച്ച് മതി എരിവെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ കുരുമുളക് പൊടിയും നമ്മുടെ പച്ചമുളകും ഇഞ്ചിയുടെയൊക്കെ എരിവാണ് നമ്മുടെ ഈ ഫിഷ് മോളിയിൽ മുന്തി നിൽക്കുന്നത്. അപ്പം കുരുമുളക് ചേർത്താൽ മാത്രമേ നമ്മുടെ ഫിഷ് മോളിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ കുരുമുളകൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും ഞാൻ ആ ചാറ് ഒന്ന് ഇളക്കിയിട്ട് മീനൊന്നും പൊട്ടിപ്പോകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറിയിൽ നല്ലതുപോലെ കുരുമുളകൊക്കെ ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒന്നാം പാല് മാത്രമാണ്. അപ്പോൾ ഒന്നാം പാല് ഞാനൊരു ഏകദേശം ഒരു 1/2 കപ്പോളമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് നല്ല പോലെ ചാറ് വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ ഈ 2ാം പാലും 1ാം പാലിൻ്റെയൊക്കെ അളവ് ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നീട്ടി എടുത്താൽ മതി. എനിക്ക് ഒരുപാട് ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്ന കരിമീൻ ഫിഷ് മോൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനൊരു കുറുകിയ പരുവത്തിനെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ഏകദേശം 1/2 കപ്പ് തേങ്ങാപ്പാൽ 1ാം പാൽ ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം അവസാന സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. തേങ്ങാപ്പാൽ ഒരുപാട് തിളയ്ക്കണ്ട, പക്ഷെ നല്ലതായിട്ടൊന്ന് ചെറു തീയിലിരുന്നൊന്ന് ചൂടാവണം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ഇതിൻ്റെ രുചിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. തേങ്ങാപ്പാലൊക്കെ നല്ലതുപോലെ കുറുകി ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് ഞാൻ 2 പീസ് വട്ടത്തിലരിഞ്ഞ തക്കാളിയും 2 പച്ചമുളകൊന്ന് നെടുകെ കീറി കുറച്ച് കറിവേപ്പില ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാനാണ് പോകുന്നത്. ഈ പച്ചമുളകും കറിവേപ്പിലയും നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ കറിക്ക് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് കൊടുക്കും. വേണമെങ്കിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ആവിയിലിരുന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അങ്ങനെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കരിമീൻ ഫിഷ് മോളി ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ വ്ലോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.